അയ്യോ, എന്താവാ പേടിച്ചു പോയോ? വലിയ ധൈര്യക്കാരിയാന്നല്ലയോ പറയുന്നേ, എന്നിട്ടെന്തോനാ പേടിച്ചേ? അല്ലേ ധൈര്യമേനെ കൊണ്ടാണോ വീട്ടിനുള്ളിൽ പാത്തും പതിമീൻ നിന്ന് കയറി പിടിക്കുന്നേ? കൊള്ളരുതായിക അല്ലാതെയും കണ്ട് കയ്യെ വേറൊന്നുമില്ല. അല്ലേ അപ്പോഴത്തേന് കെറിവിച്ചോ? ദേ മഴ നനഞ്ഞേച്ചും വരുക, മൊത്തം കുളുത്ത് നിൽക്കുക. ആണ്ടേ അപ്പുറത്തേക്കൊന്ന് മാറിയിരുന്നേ, ഞാൻ ഈ ചട്ടയും മുണ്ടൊന്ന് മാറട്ടെ. അപ്പൊ തുണി മാറാനെ കൊണ്ട് ഞാൻ പുറത്തു പോണോ? അല്ലയോ, അത് കൊള്ളാം. ഇത്രയും നാളെ ഞാനല്ലായിരുന്നു നിന്റെ കെട്ടിയോൻ, പിന്നെ ഇപ്പോഴത്തേക്കൊരു നാണം എവിടുന്നാ? ആണ്ടേ കുളിച്ചും കുളുത്തും നിന്ന് വല്ല വിറയും പനിയും പിടിച്ച ചോറും കറിയും വെച്ച് തരാനേ വേറെ വല്ലവരെ നോക്കി നടക്കേണ്ടി വരും. തന്നെയുമല്ല ചന്ത മുക്കി പോയി വൈദ്യശാല നിരങ്ങേണ്ടി വരും. ചേടാ, അതിനാന്നോ പാട്? ചോറും കറിയും വെക്കാനെ കൊണ്ട് നോക്കിയും പറക്കിയും നടക്കണ്ട. ഉള്ള വല്ലത്തിനും വിളിച്ചും പോന്നാ മതി. എന്നാ ഇങ്ങ് കൊണ്ടുവാ, എടപ്പോണിക്കാരി പെമ്പിളമാരുടെ മാനം അന്ന് കാണും. ഓ, അല്ലേ ഇടിക്കളെ അച്ഛനോ? എന്തുവാടോ മഴയും പിടിച്ച്? അത് ശരി, മഴയും പിടിച്ച് ഇയാള് വെമ്പിളയ്ക്ക് കൂട്ടായിട്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്നാലോ? ഇയാളുടെ കൂട്ട് നമുക്ക് പറ്റുമോ? നമുക്ക് വേറെ പണിയില്ലയോ? ആഞ്ഞിലുമൂട് വരുന്ന് പോണമായിരുന്നു, പക്ഷെ കണ്ടില്ലയോ കാലത്തെ മുതൽ നിന്ന് പെയ്യുന്നയാണ്. ആന്ന് വല്ലാത്തൊരു പെയ്ത്തായി പോയി. നമ്മുടെ കീച്ചേരി തറയെ മൊത്തം അരയ്ക്കൊപ്പം വെള്ളമാ. അവിടെ നിന്ന് മടയം മുറിഞ്ഞ് അതിന്റെ തെക്കേത്തുള്ള വിലയന്മാരുടെ കുടിയും വെള്ളത്തിൽ പോയെന്ന് പറയുന്നു. ആണ്ടെ ആണ്ടെ വീണ്ടും കിഴക്കൂന്ന് കോള് കയറി കൊള്ളുക. ആഞ്ഞിലിമൂട്ടിൽ എന്തവാ കാര്യം? അവിടെ വടക്കേ മുറിക്ക് ഇച്ചിരി പടിഞ്ഞാട്ട് വന്ന തുണ്ടിയിലെന്നും പറഞ്ഞൊരു വീടുണ്ട്. പറഞ്ഞു വന്ന നമുക്കും അടുപ്പുള്ള അവര് പെണ്ണൂക്കരക്കാരൻ അളിയന്റെ കൈയടക്കത്തിൽ വരും. അവിടുന്ന് നമ്മുടെ കുഞ്ഞമ്മയ്ക്കൊരു ആലോചന. ചെറുക്കൻ കച്ചേരി കുമസനാന്ന് പറയുന്നു. കുഞ്ഞുമ്മൻ കൊണ്ടുവന്ന ആലോചനയാ. നമ്മുടെ അന്ത്രാളം കുഞ്ഞുമ്മനോ? ആന്ന്. എന്നാ പിന്നെ എന്തവാ ഏതാന്ന് തിരക്കണമല്ലോ. തിരക്കണം. പെങ്കൊച്ചുങ്ങളെ പറഞ്ഞു വിടുമ്പോഴ് 2-3 തവണ തിരക്കണം. ആമ്പിള്ളരാന്നേ അതാ ഇതാന്ന് പറയാം. ഇതങ്ങനാന്നോ? ചെന്ന് കയറി പൊറുക്കേണ്ടല്ലയോ? അതാ കാര്യം. അല്ലാതെയും വെച്ച് വലിയ വർത്തമാനം പറഞ്ഞേച്ചും കാര്യമില്ല. രൂപ 6000-വും 10,000-വും പറഞ്ഞിട്ടും കേൾക്കാൻ കൊള്ളാവുന്നേ ഉള്ളൂ. വല്ല ചതി നടക്കുന്നയാന്നേ നമ്മളല്ലയോ പെട്ടത്. നേരാ ഇയാൾ പറയുന്നേ. നമ്മുടെ ചെറിയനാട്ട കൊച്ചുകൂട്ടനില്ലയോ? എടമലയാട്ടി ചന്തയ്ക്ക് കയറും കരിപ്പാട്ടി വിറ്റ് നടക്കുന്നേ. ആന്നു അങ്ങേരെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. ആ കാര്യമാ പറയുന്നേ. കൊച്ചുകൂട്ടന് പെങ്കൊച്ചൊരുത്തി ഉണ്ടായിരുന്നു എന്ന് പറയുന്നേ. അവളെ 3-ാം കുറ്റിക്ക് കെട്ടിച്ചോണ്ട് പോയി. 3 മാസം കഴിഞ്ഞപ്പോഴുണ്ട് നാറാമൂഴിക്കാരി ഒരു നായര് വെമ്പിള്ള നിറ വയറുമായിട്ട് വീട്ടിൽ കയറി വന്നേക്കുന്നു. ഒന്ന് ഈ വിഷം മേടിച്ചു കൊടുക്കണം, അല്ലേ 3 നേരം അന്വേഷിച്ചു കൊടുക്കണം. കളി മാറിയേ. ചെറുക്കം വേല ഉള്ളവനാ, കണ്ടാലും കൊള്ളാം. അതാ കുഴപ്പമായ. എവള് പിന്നാലെ നടന്ന് വീഴ്ത്തിയാന്നാ പറയുന്നേ. കൊച്ചുകൂട്ടൻ എന്തോ ചെയ്തു? കൊച്ചുകൂട്ടനൊന്നും അറിഞ്ഞില്ലെന്ന്. അറിഞ്ഞേച്ചും വേണ്ടായോ വല്ലതും ചെയ്യാൻ. പെങ്കൊച്ചിന് മനസ്സ് നൊന്ത്. അവളെ എലിയെ പിടിക്കാൻ വെച്ച ഏതാണ്ട് എടുത്ത് കഴിച്ച്. കടുപ്പമുള്ള സാധനമായിരുന്നു. 3 നാഴിക തികച്ചില്ല തീരുകയും ചെയ്തെന്ന് പറയുന്നു.
അവളും 2 മാസം വയറ്റ് കണ്ണി ആയിരുന്നെന്ന്. കായും ചക്രവും നിലത്ത് വീണ ഒച്ച കൊണ്ടറിയാം. ചക്കയാന്നേ തുന്നിച്ചു നോക്കാം. പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ ഒക്കൂ. ആന്ന് നേരാ. ആ പിന്നെ ഞാൻ ഇപ്പം മഴയും നനഞ്ഞു വന്ന എന്തോ ഇനാ ഇയാള് പറഞ്ഞില്ലയോ കന്നിനെ 2 കൊടുക്കുവാന്ന്. ഇനിയും കൊടുക്കുന്നതാ നല്ലത്. ആ എന്നാ കേട്ടോ, കോതച്ചിറക്കാരൻ ലോനാന്ന് പറഞ്ഞൊരുത്തനുണ്ട്. ഇടമലയാറ്റി ചന്തയ്ക്ക് ഇടനില നിൽക്കാൻ വരും. അയാൾക്ക് വേണം കന്നിനെ 2. അയാളുടെ ആവശ്യത്തിനല്ല. അല്ല അത് നമ്മൾ നോക്കണ്ട. മൂത്ത പിന്നെ മൂരിക്ക് വില കിട്ടത്തില്ല. പണ്ടത്തെ പോലല്ല, വണ്ടിക്കാരും നോക്കിയേ മേടിക്കത്തുള്ളൂ. ഞാൻ പറയുന്നേ ലോന പറഞ്ഞ കച്ചവടം നടത്തുന്നയാ നമുക്ക് നല്ലത്. അതിപ്പോ ഇടിക്കളെ ആർക്കാ ഏതാന്നറിയാൻ വയ്യാതെ. അല്ലേ, അത് പിന്നെ ഇയാടെ ഇഷ്ടം. ഞാൻ പറയാനുള്ള പറഞ്ഞു. ആർക്കാ എന്തുവാന്ന് തിരക്കി കന്നിനെ വിൽക്കാൻ ഇതെന്തുവാടോ വല്ലയിടത്തും കെട്ടിച്ചൂടുവാന്നോ? പിന്നെ വിലയുടെ കാര്യത്തിനാന്നേ ഇത് നമുക്ക് അടുപ്പിക്കാവുന്നയാ. അതാ പറഞ്ഞേ. കുഞ്ഞനെ ഇയാള് വാക്കൊന്നും പറഞ്ഞില്ലല്ലോ. കാർത്തികപ്പള്ളി നമ്മുടെ കൊച്ചുപള്ളി കിഴക്ക് മുടന്നോളിത്തറ എന്ന് പറഞ്ഞൊരു വീടുണ്ട്. പഴയ കുടുംബക്കാരാ. പക്ഷേ ഇപ്പൊ ഇത്തിരി ക്ഷീണമാണ്. പള്ളി കിഴക്കിൽ നിന്ന് നോക്കിയാൽ കാണാം അവരുടെ ചാപ്രായും കെട്ടുമൊക്കെ. ഇച്ചിരി കാശ് അവിടുത്തെ ചങ്കരച്ചാർ എനിക്ക് തരാനുണ്ടായിരുന്നു. തമ്മി പറഞ്ഞ് പെശകുകയും ചെയ്തു. അപ്പ പോയി കെട്ടഴിച്ചുകൊണ്ട് വന്നതാ 2. ഒന്ന് വെള്ളയും മറ്റേത് മയിലയും. നെറിയും മെറിയില്ലാത്ത ഇനങ്ങളാ. 2 തമ്മിൽ നല്ല ഇണക്കമാണ്. 2 കൂടെ ചേക്കയ്ക്ക് കലപ്പ് വലിക്കാനേ ദേ ചെറുവലിന്റെ തുമ്പ് മതി കേട്ടോ. പ്രായം ഇത്രയായപ്പോഴാ ഒരു അമാന്തം. കാര്യം വേറെ കച്ചവടം വേറെ. ചേക്കയ്ക്ക് ചേർത്ത 2 കൂടെ ഇണങ്ങി ഒന്നുപോലെ ഊട്ടുന്നേ. പക്ഷേ വെള്ളയ്ക്ക് വില വേറെയും മയിലയ്ക്ക് വില വേറെ. ആ എന്നാലേ ഇയാളിരുന്ന് ആലോചിക്കും. കച്ചവടം വന്നേ ഇയാള് 2 ചേർത്ത് മറ്റന്നാളി ഇടയാറ്റുമല ചന്തയ്ക്ക് പോന്നാ മതി. ലോനായും കാണും ഞാനും കാണും. വാ കുറച്ചാ അപ്പം കായ. ആ പോയേച്ചും കുറച്ച് പണിയുണ്ട്. ആണ്ടേ വിളിച്ച കേട്ടില്ലയോ? ഇടിക്കളേച്ചൻ പറയുന്ന എന്തുവാ? കന്നിനെ 2 കൊടുക്കാൻ പോന്നു പറയുന്ന നേരാന്നോന്ന്. കലപ്പയും വലിച്ച് നടക്കാൻ വയ്യാവത്തുങ്ങൾക്കിപ്പോ. ഇന്നാളതി വെള്ളക്കാള കാലു പെനച്ച് കിടന്നു. പ്രായം ഒരുപാടായില്ലേ. ഓ ഇപ്പൊ കൊടുത്ത് കൈയൊഴിക്കുന്നതാ ബുദ്ധി. അതിന് ചന്തയെ കൊണ്ടുപോയി അറക്കാൻ കൊടുക്കണോ? കച്ചിയും കാടിയും കൊടുത്ത കയ്യെ തന്നെ ഇറച്ചിക്കാശും വാങ്ങണോ? അതിന് അറക്കാൻ കൊടുക്കുന്ന ആര് പറഞ്ഞ്? ഞാൻ കേട്ട് ഇടുക്കളി അച്ഛൻ പറയുന്നേ. ഒരിടപാടുകാരന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അയാൾ അറക്കാനാ കൊടുക്കുന്നെങ്കിൽ അത് കാളയുടെ വിധി. അല്ലേലും പ്രായം ചെന്ന എല്ലാ കാളയുടെയും വിധി അത് തന്നെ അല്ലേ. അതിനെന്റെ പെമ്പർനോത്തി കിറിവിക്കുന്ന എന്തോയിനാ.
അക്കാമോ, നീ കെറുവിക്കുന്ന എന്തോനാടി? അപ്പച്ച അപ്പച്ച എന്താ അപ്പച്ച? അപ്പച്ചൻ കിനാവ് കണ്ടോ? എല്ലാം ഒരു കിനാവല്ലയോ പെണ്ണെ? നീയും ഞാനും ഒക്കെയും ഒരു കിനാവിലാ. ഓ അപ്പച്ച, അപ്പച്ചൻ എന്തോയിനാ വിഷമിക്കുന്നേ? ഞാൻ ചോദിച്ച കേട്ടില്ലേ അപ്പച്ച? പെണ്ണെ, നേരെ എന്തോ ആയി. ഇനിയും 2 നാഴിക കഴിഞ്ഞാറേ വെളുക്കൂ. ഇല്ല അപ്പച്ച, 2 നാഴിക ഇരുട്ടിയേച്ചേ ഉള്ളൂ. ഓ, വെളുക്കുമ്പോ ഒത്തിരിയും കഴിയും. അപ്പച്ചനെ കഞ്ഞിയും കൊണ്ട് വന്നയാ ഞാൻ. ഇച്ചിരി കഞ്ഞി എടുക്കട്ടോ? വയറ്റിനകത്തങ്ങ് ഇരിച്ചില്ല, വല്ലാതെ വിശക്കുന്നടി. എന്റെ ദിനങ്ങൾ നെയ്ത്തുകാരന്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നുപോകും. അത് പ്രത്യാശയില്ലാതെ അസ്തമിക്കും. എന്റെ ജീവൻ ഒരു ശ്വാസം മാത്രമായി തീരും. എന്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കുകയില്ല. ഓ അപ്പച്ച, നീ എന്നെ നോക്കിയിരിക്കെ ഞാൻ പോയി കഴിഞ്ഞിരിക്കും. മേഘങ്ങൾ മാഞ്ഞു മറയുന്നത് പോലെ പാതാളത്തിൽ പതിക്കുന്നവൻ മടങ്ങി വരുന്നില്ല. അവന്റെ ഭവനം ഇനി അവനെ അറിയുകയില്ല. ഇച്ചിരി വറ്റകത്ത് എന്നാലേ പറ്റത്തുള്ളൂ. ആണ്ടേ അപ്പച്ച, തേങ്ങ അരച്ചു പറ്റിച്ച ചേമ്പും കൂട്ടാനാ. വലിയ ഇഷ്ടമല്ലയോ അപ്പച്ചന്? ഇച്ചിരി കഞ്ഞി കുടിച്ചാട്ടെ. ഇന്നെന്തവാ വാവാന്നാ തോന്നുന്നേ. ഓ, കണ്ണെ കുത്തിയാ അറിയാത്ത ഇരുട്ടല്ലയോ. എന്നും നടക്കുന്ന വഴിയാന്ന് പറഞ്ഞേച്ച് വല്ല കാര്യമുണ്ടോ? കണ്ണുകണ്ട് നടക്കാനാവത്തില്ല, പിന്നെ പറഞ്ഞേച്ചെന്തോ ഇന്. മാത്തുകുഞ്ഞെ, കർണം ചിരട്ടെ ഒരു തിരിയെങ്കിലും കയ്യെ കരുതിയേക്കണം വെട്ടം കണ്ട് നടക്കാന്. ഇടവരമ്പിന് തണുപ്പ് നോക്കി വരുന്നേ നല്ല കാഞ്ഞ ഇനങ്ങളാ. തീണ്ടിയ നേരം തികയ്ക്കാത്ത ജാതിയാ ഉള്ളേ. നേരാ, കുട്ടമൂപ്പര് പറയുന്ന നേരാ. ഇന്നാള് നമ്മുടെ വല്യതറയിലെ കൊച്ചനെ കടിച്ചതേ മോതിരക്കെട്ടുള്ള അണലിയാന്ന് പറയുന്നു. എന്തായാലും എടുത്ത് തെക്കേക്കര വരെ എത്തിയില്ല. അതിനു മുമ്പേ പോയില്ലയോ? ആ, മാങ്കാങ്കുഴി വരെയും പോയായിരുന്നു. അവിടെ ഒരു തടിയറപ്പിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മുടെ പള്ളിക്ക പനച്ചുമുട്ട് മുക്കി വന്നപ്പോൾ കണ്ണെ കുത്തുന്ന ഇരുട്ടാ, അതാ നിന്നത്. നിങ്ങൾ വന്നപ്പോഴാ ഒരു സമാധാനമായേ. കൊല്ലം 4 ഈ മാക്രയും തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. ഉള്ളത് പറയണല്ലോ മാത്തുകുഞ്ഞെ, പൊളവനെയും പിന്നെ പൊട്ടക്കണ്ണനെയും അല്ലാതെ ഞാൻ ഇതുവരെ വിഷമുള്ള ഒന്നിനെയും കണ്ടിട്ടില്ല. കാലക്കൂടെ ഏതാണ്ട് ഓടിക്കയറിപ്പോയി കുട്ട മൂപ്പരെ. ഒന്നുമില്ല, എലിയായിരിക്കും, അല്ലാതെ പാമ്പും ചേമ്പും ഒന്നും വരത്തില്ലാന്നേ. പിന്നെ അല്ലയോ, ആ ഇത്രയും പേര് കാല് വലിച്ച് നടന്നു വരുമല്ലയോ. അപ്പൊ കയറി വഴിക്ക് കിടക്കത്തില്ലെന്നേ. ഒന്നുമില്ലെന്നേ, മാത്തുകുഞ്ഞ് നടന്നുകൊണ്ടാത്തെ. ചിലപ്പോ സാധനം അത് തന്നെ ആയിരിക്കും. ഭാഗ്യവാ അത് പോയെ. വാവാവുമ്പോഴേ ഇവറ്റയ്ക്ക് വിഷം കൂടും. സാധനം ഇയാൾക്ക് എന്തോയിന്റെ കേടാ. ഇവിടെങ്ങും ഒരു സാധനവും ഇല്ല. എന്റെ മാത്തുകുഞ്ഞെ, മനുഷ്യനുള്ള വിഷമൊന്നും എഴയുന്ന ചാതിക്ക് ഒന്നിനുമില്ലെന്നേ.
എവറ്റയുടെ വിഷം തീണ്ടിയ അപ്പോഴും കാര്യം കഴിയും. മനുഷ്യന്റെ വിഷം അങ്ങനല്ല, ഉള്ളു നൊന്തും പൊട്ടിയും അളിഞ്ഞും കിടക്കും. നേരെ മാത്തുക്കുഞ്ഞെ, അനുഭവത്തിന്ന് പറഞ്ഞാ മനുഷ്യര് പെണ്ണെന്ന ചാതിയേ വിഷവാ. അവര് തൊടുന്നേയും പിടിക്കുന്നേയും എല്ലാം വിഷവാ. വിഷമിറങ്ങിയ ചാകുന്നവരെ ഒഴിയത്തില്ലെന്നേ. ചേടാ, ഇയാളെ കൊണ്ട് തോറ്റ്. ഇയാളുടെ വെമ്പള ഇയാളെ ഇട്ടേച്ച് പോയെന്നും പറഞ്ഞ് ലോകത്തുള്ള വെമ്പളമാരല്ലേ അങ്ങനാന്ന് പറഞ്ഞാലോ? വന്നേ. ആണ്ട ഒരു പോക്കാച്ച്. നല്ല സാധനമാ, കണ്ടില്ലയോ പൊളപ്പ്? അല്ലേ, കൊള്ളാലോ. വല്ല പാമ്പിന്റെ വായി പോവാതെ ഇങ്ങ് ഒന്ന് കയ്യെ കയറിയ കൊള്ളാം. കിടന്നട്ടെ അപ്പച്ച. അപ്പച്ചന് നോവുണ്ടോ? ചൂണ്ട കൊളുത്തി വലിക്കുന്നതിന്റെ കൂട്ട അകത്തുനിന്ന് കണ്ട് കുത്തി വലിക്കുന്നു.